ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അപ്പു പങ്കജിൻ്റെ ചതിയെപ്പറ്റി മനസ്സിലാക്കി. ഇനി അവൻ്റെ പിറകെ ഒരു കണ്ണ് വേണം, അല്ലെങ്കിൽ അവൻ നമ്മുടെ പൂജയ്ക്കൊരു ഭീഷണിയായി മാറും എന്നുള്ള കാര്യം ചിന്തിച്ച് അപ്പു അവിടെ നിൽക്കുക. ഇതേ സമയത്താണ് രഞ്ജിതയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. ഞെട്ടലോട് കൂടിയാണ് ആ കോള് അറ്റൻഡ് ചെയ്തത് രഞ്ജിത. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എന്താ കേൾക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് രഞ്ജിത ഇങ്ങനെ പേടി സ്വപ്നമായിട്ട് ഇങ്ങനെ നിൽക്കാം. അരവിന്ദേട്ടാ എന്ന് പറഞ്ഞു കിടന്ന് ഒച്ചത്തിൽ വിളിച്ചു. അപ്പോഴേക്ക് എന്താ രഞ്ജിത എന്ന് ചോദിച്ചാൽ അദ്ദേഹം വന്നേ. എന്താന്ന് ചോദിച്ചപ്പോൾ വേഗം വണ്ടി എടുക്കുക, എനിക്ക് വേഗം വക്കീലിനെ കാണാം, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയാൻ പറഞ്ഞു. എല്ലാം വിശദീകരിച്ചാലേ വണ്ടി എടുക്കുന്നുള്ളോ ഉണ്ടോ, പറയുന്ന അനുസരിച്ച് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രഞ്ജിത അങ്ങ് പോയി. അരവിന്ദ് വണ്ടി എടുക്കാനായിട്ട് പിന്നാലെയും പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൂജയും അതുപോലെ തന്നെ സുമിത്രയും കൂടി ഇങ്ങനെ നടന്നു വരിക. എന്താ പങ്കജിന് പറ്റിയത്, അവൻ്റെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തിയെന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറയുന്നു. രഞ്ജിതയുടെ മകൻ തന്നെയാണോ പങ്കജ്? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അവൻ രഞ്ജിതയെ പോലെയൊന്നും അല്ലല്ലോ, അവൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റമുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ മാറ്റത്തെക്കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചമ്മേ, ഞാനാണത്രേ അവനതിന് കാരണമെന്ന്. എന്തായാലും എനിക്ക് സന്തോഷമായി മോളെ. അപ്പു അവനും കീരിയും പാമ്പും ഒക്കെ ആയിരുന്നല്ലോ, ഇരുവരും നല്ല സൗഹൃദത്തിലായല്ലോ, സന്തോഷം. അപ്പോൾ ആ സന്തോഷം അതെനിക്കും ഉണ്ട് അമ്മയെന്ന് പൂജയും പറഞ്ഞു. അപ്പോൾ എന്തിനാടി പൂജ നീ എല്ലാം മറച്ചു വെക്കുന്നത്, എല്ലാം അമ്മയോട് തുറന്നു പറയാൻ പറഞ്ഞു. സുമിത്രയുടെയും മകൾക്ക് അരികിലേക്ക് സരസ്വതി അമ്മ വന്നു. എന്തു തുറന്നു പറയാൻ, അമ്മയോട് പറയാത്തതൊന്നും എൻ്റെ മനസ്സിലില്ലെന്ന് പറഞ്ഞപ്പോൾ, എടി കൊച്ചു കള്ളി, ആർക്കും ഒന്നും അറിയില്ലെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? അപ്പോൾ എന്താ പൂജ എന്ന് ചോദിച്ചു സുമിത്ര. എനിക്കൊന്നും അറിയില്ല അമ്മയെന്ന് പൂജയും പറഞ്ഞു. എടി നീയും പങ്കജും പ്രണയത്തിലാണെന്നുള്ള കാര്യം സുമിത്രയോട് പറയാനാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുമിത്ര ഞെട്ടി ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. അച്ചമ്മേ വേണ്ട, എന്താടി വെറുതെ നാണം, നീ തുറന്നു പറയ, നിന്റെ അമ്മയോടല്ലേ നീ പറയുന്നത്. സുമിത്ര നിങ്ങളുടെ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടത്തി തരുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ആരോടും പ്രണയമൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മുടെ പൂജ. എടി ഈ സരസ്വതിയും നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്, നിനക്ക് മനസ്സിലായോ? നിങ്ങളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ അറിയില്ലേ നിങ്ങൾ തമ്മിൽ നല്ല പ്രണയത്തിലാണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എഴുതാപ്പുറം വായിക്കുകയാണ് സരസ്വതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയാകെ വല്ലാതെയായി കേട്ടോ. അതൊക്കെ പോട്ടെ, ഇവൾക്ക് അവനോട് പ്രണയമില്ല, പക്ഷേ പങ്കജിന് ഇവളോട് പ്രണയമുണ്ട്, അത് നിനക്കറിയാവോ സുമിത്രയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്താണ് നമ്മുടെ പൂജ അന്നും സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഓർക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തത്, അല്ലാതെ ഗിഫ്റ്റ് കൊടുത്തതൊക്കെ. അപ്പോൾ ഇവളോട് പ്രണയമുണ്ടെന്ന് പങ്കജ് അമ്മയോട് പറഞ്ഞു എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ, എന്തിനു പറയണം, പെരുമാറ്റം കണ്ടാൽ അറിയില്ലേ, അവൻ എല്ലാവരോടും സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നോട്ടം മുഴുവനും ഇവളിലാണെന്നുള്ള കാര്യം പറയുന്നു സരസ്വതി അമ്മ. പങ്കജ് വളരെ സ്നേഹത്തോടെയാ ഇവളെ നോക്കുന്നത് തന്നെ, അവളുടെ പ്രണയം നിറഞ്ഞു തുളുമ്പുകയാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നു സുമിത്രേ, രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ നോക്കാൻ പറഞ്ഞു. പൂജ അവന് വിവാഹം കഴിച്ചാൽ ഇവൾക്ക് അവകാശപ്പെട്ടതൊക്കെ ഇവളുടെ കൈകളിൽ തന്നെ വന്നെത്തിച്ചേരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതിയും ഉപദേശങ്ങളും ഇങ്ങനെ വാരിക്കോരി കൊടുക്കണം. ഇവളുടെ അച്ഛൻ്റെ കമ്പനിയും വീടും സ്വത്തുവകകളും എല്ലാം അതൊക്കെ തന്നെയാട്ടോ ഞാനും ഉദ്ദേശിച്ചത്. എൻ്റെ പൊന്നു സുമിത്രേ, രണ്ടിനെയും പിടിച്ച് പെട്ടെന്ന് കെട്ടിച്ച് വിടാൻ നോക്കൂ സുമിത്രേ, നീ അത്രയെങ്കിലും ചെയ്യൂ സുമിത്രേ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എനിക്കിതൊക്കെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് സരസ്വതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര പൂജയോട് ഈ കാര്യം ചോദിച്ചു. അമ്മേ, ഒരു തവണ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അനുകൂലമായി അതിനൊരിക്കലും പ്രതികരിച്ചിട്ടില്ല അമ്മേ എന്നുള്ള കാര്യം പറയുക നമ്മുടെ പൂജ. അപ്പോൾ അവനതിൽ പ്രശ്നമൊന്നുമില്ല, അവനത് അപ്പോഴേ വിട്ടതാണെന്നുള്ള കാര്യവും പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സുമിത്രയ്ക്ക് ടെൻഷനായി, ദൈവം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞത് അമ്മ വിട്ടേക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പൂജ അങ്ങ് പോയി. സുമിത്ര അന്നേരം നിന്ന് ആലോചന തുടങ്ങി, ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം കാണുമെന്നുള്ളൊരിതിൽ. ഈ സമയം പിന്നെ കാണിക്കുന്നത് വക്കീലിൻ്റെ അടുത്തിരിക്കുന്ന രഞ്ജിതയാണ്. വക്കീൽ സാറേ, ഞാൻ താങ്കളെ സഹായിക്കുന്നതിന് ഒരു കയ്യും കണക്കുമില്ല, എന്നിട്ടും താങ്കൾ അതിൽ തൃപ്തനല്ല, ശരിയല്ലേ? ഇനിയിപ്പം ഞാനതിൽ എന്താ വേണ്ടത്? എനിക്കുള്ള സമ്പാദ്യം മുഴുവൻ ഞാൻ താങ്കൾക്ക് എഴുതി തരണോ എന്ന് ചോദിക്കുക. തരണോന്ന്. അപ്പം രഞ്ജിത എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് രഞ്ജിത. സുമിത്രയുടെ മകൻ പ്രതീഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞെട്ടലോടിരിക്കാം. ഈ വാർത്ത എനിക്കത്ര സുരക്ഷിതമല്ലെങ്കിൽ സുഖകരമായ വാർത്തയല്ല എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അയ്യോ പ്രതീഷ് പുറത്തിറങ്ങണോ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ അന്നേരത്തേക്ക് അരവിന്ദൻ. 8 വർഷം കൂടി ജയിലിൽ കിടക്കേണ്ടവനായിരുന്നു അവൻ. ശിക്ഷാ ഇളവ് ലഭിച്ച് അവൻ പുറത്തിറങ്ങാൻ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിയിരിക്കാം. ഇതിൻ്റെ പിന്നിൽ താങ്കളല്ലേ സുദേവൻ വക്കീലെന്ന് ചോദിച്ചപ്പം, ഞാനോ,
എന്തൊക്കെയാ രഞ്ജിത നീ ഈ പറയുന്നതെന്ന് വക്കീൽ അന്നേരം ചോദിച്ചു. എൻ്റെ മുന്നിൽ നിങ്ങൾ അഭിനയിക്കല്ലേ വക്കീലെ, എനിക്കറിയാം അടുത്ത കാലത്തായിട്ട് താങ്കളിൽ ചില മനമാറ്റമൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു വിഡ്ഢിയാണെന്ന് താങ്കൾ കരുതിയിരിക്കുന്നെങ്കിൽ തെറ്റി. ശിക്ഷ ഇളവ് ലഭിക്കാൻ താങ്കൾ പ്രതീഷിനെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ അവനെ സഹായിക്കണമെന്ന് ചോദിച്ചു. അതിന് പല കാരണങ്ങളും ഉണ്ടല്ലോ വക്കീൽ സാറേ, അതൊന്നും ഞാൻ ഇപ്പോൾ വിളമ്പുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുറ്റവാളിയായി പ്രതീഷ് ജയിലിലാണെന്നുള്ള ആ ഒരു സത്യം ഇപ്പോൾ പതുക്കെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അരവിന്ദൻ, വക്കീലെ നിങ്ങൾ എന്തൊരു പണിയാണ് വക്കീലെ കാണിച്ചത്? പ്രതീഷ് പുറത്തിറങ്ങിയാൽ രഞ്ജിതയ്ക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? നിങ്ങളൊക്കെ മറന്നോ? എൻ്റെ അരവിന്ദൻ ഞാനതിൽ ഇടപെട്ടിട്ടില്ല, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ രഞ്ജിത ഭ്രാന്ത് പറയുന്നതാണെന്നും വക്കീൽ പറയാം. പ്രതീക്ഷ ചെയ്തത് വലിയൊരു കുറ്റം തന്നെയാണ്. അവന് ശിക്ഷ ഉറപ്പായിരുന്നെങ്കിലും വലിയ ശിക്ഷ കിട്ടാൻ കാരണം രഞ്ജിതയുടെ ആ ഒരു ഇടപെടലായിരുന്നല്ലോ. അതിന് ഞാൻ സഹായിച്ചതാണെന്നും അറിയാമല്ലോ. ഈ കൂടെ നിന്ന് എന്നെയാണ് രഞ്ജിത ഇന്ന് കുറ്റപ്പെടുത്തുന്നത്. അതെ, സഹായിച്ചു, അതെനിക്കറിയാം. ഇന്ന് പിന്നിൽ നിന്ന് നിങ്ങൾ എന്നെ കുത്തുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ രഞ്ജിത അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. പ്രതീക്ഷ കൂടുതൽ കാലം ജയിലിൽ കിടക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അന്ന് ഞാൻ ഇടപെട്ടത് അതുകൊണ്ട് മാത്രമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ പുറത്തിറങ്ങാൻ പോവുക, അതെനിക്ക് സഹിക്കുന്നതല്ല. അവൻ പുറത്തിറങ്ങിയാൽ എനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം അത് ചെറുതൊന്നും അല്ല വക്കീലെ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ. അപ്പം രഞ്ജിത പ്ലീസ് എന്നെ നിങ്ങളൊന്ന് വിശ്വസിക്കുക. എനിക്കിതിൽ പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്കിതിൽ പങ്കില്ല രഞ്ജിത. ജയിലിലുള്ളവർക്ക് നല്ല നടപ്പിന് ശിക്ഷ ഇളവ് കിട്ടുന്നത് സ്വാഭാവികമായ കാര്യമാണ്. അതുപോലെ പ്രതീക്ഷയും കിട്ടിയതായിരിക്കും. അവൻ അതിനപേക്ഷിച്ചും കാണും. അതിനകത്ത് ഞാൻ എന്ത് ഇടപെട്ടെന്ന് ഈ പറയുന്നത്? ഞാൻ ഇടപെട്ടത് കൊണ്ട് അവന് ശിക്ഷ ഇളവ് കിട്ടുമെന്ന് ചോദിച്ചു വക്കീൽ. എന്തൊരു മണ്ടത്തരമൊക്കെ താൻ ഈ പറയുന്നതെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞ രഞ്ജിത ഇങ്ങനെ ഇരിക്കാം. എല്ലാ കാര്യത്തിലും രഞ്ജിത എന്നെ ഇങ്ങനെ സംശയിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാകും കേട്ടോ രഞ്ജിത. സത്യങ്ങൾ എനിക്ക് സുമിത്രയോട് പറയേണ്ടി വരുമെന്നും വക്കീൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ താൻ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിച്ചു രഞ്ജിത. എന്നെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപേ 2 വട്ടം താനൊന്ന് ആലോചിക്കണം വക്കീലെ. താനെന്താണോ എന്നെ കൊല്ലുമെന്ന് ചോദിച്ചു വക്കീൽ. ഓ ഒന്ന് നിർത്ത്. പ്രതീക്ഷ പുറത്തിറങ്ങും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ അങ്ങ് പോയി. അതിനിടയില രഞ്ജിതയുടെ കാലനായി പ്രതീക്ഷ വരുമെന്നുള്ള കാര്യം നമ്മുടെ രഞ്ജിതയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ പ്രതീക്ഷ രഞ്ജിതയുടെ കാലനായി എത്തുന്നു. അതാണ് ശരിക്കും രഞ്ജിതയുടെ പേടിയുടെ കാരണം. പ്രതീക്ഷ പുറത്തിറങ്ങിയാൽ നമുക്ക് 2 പേർക്കും ദുരന്തം സംഭവിക്കും. അത് വലിയ അപകടം തന്നെയായിരിക്കും. സുമിത്രയെ പുറകെ തന്നെയുണ്ട്, അത് മറന്നു പോകരുത്. ഇപ്പോഴത്തെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. പരസ്പരം യുദ്ധം ചെയ്യാതെ ഒരുമിച്ച് നിന്ന് ചെറുക്കാൻ നോക്കാൻ പറയുകയാണ് അരവിന്ദൻ. അപ്പോൾ വക്കീൽ സാറേ, എന്നെ വീഴ്ത്താൻ കുഴിച്ചാൽ അതിൽ താങ്കളും വീഴും, അതും മറന്നു പോകരുതെന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയിരുന്നിട്ട് വേണം കളിക്കാൻ ഇറങ്ങാനായിട്ടെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. രഞ്ജിത പോയ സമയത്ത് എൻ്റെ ദൈവമേ, ഈ രഞ്ജിതേ, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ എന്ത് പ്രവർത്തിക്കാനാണ്? നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക രഞ്ജിത എന്ന് രഞ്ജിത അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വക്കീലും മനസ്സുകൊണ്ട് അവിടെ നിന്ന് ചിന്തിക്കുന്നു. അവരെ അത് കൺവിൻസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ എനിക്കത് ദോഷമായി വരും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചിത്രയെയും അതുപോലെ തന്നെ ദീപുവിനെയാണ് കാണിക്കുന്നത്. 2 പേരും ഒരു ബന്ധമില്ലാത്ത പോലെ വീട്ടിൽ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു. മകൻ കയറി വന്നു, ഇവരെ കണ്ടു. ഇതെന്താ 2 പേരും മൗനവ്രതത്തിലാണോ എന്ന് അപ്പു അന്നേരം ചോദിക്കാം. ഒന്നും മിണ്ടുന്നില്ല. ചിലരോട് മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് ചിത്ര അന്നേരം പറഞ്ഞു. മിണ്ടിയിട്ട് കാര്യമൊന്നുമില്ലെന്നും. ഈ ചിലര് എന്ന് അമ്മ ഉദ്ദേശിച്ചത് അച്ഛനെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. എനിക്കറിയില്ലടാ മക്കളെ നിൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്നും. എന്നാലേ ദീപേട്ടന് നന്നായിട്ട് അറിയാവുന്ന ചിത്രയും പറയാം. 2 പേരും തമ്മിൽ ഇങ്ങനെ പതിവില്ലാത്തതാണല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു മകൻ. അതെ, നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് ഞാൻ അധികം ഒന്നും കണ്ടിട്ടേ ഇല്ല. എടാ പൊന്നുമോനെ, പ്രശ്നമൊന്നും ഇല്ലടാ. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങി. അത് ഇവൾക്കരികിൽ നിന്ന് ഇവളോട് പറഞ്ഞിരുന്നില്ല. അതാണിപ്പോൾ ഇവിടെ വന്ന മെയിൻ പ്രശ്നം. എടാ 1 2 ഒന്നും അല്ല, ലക്ഷങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. അതും പരമശിവത്തിനോട്. നിനക്കറിയാവോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അപ്പൂ ഞെട്ടി. അയാളിപ്പോൾ നിൻ്റെ അച്ഛനെ കൊല്ലാൻ നടക്കുക. അച്ഛാ, എന്തിനാ അച്ഛൻ ഇത്രയും കാശൊക്കെ വാങ്ങിയത്? അമ്മ പറഞ്ഞത് സത്യമാണെന്ന് ചോദിച്ചു. എന്തിനാ അച്ഛൻ ഇത്രയും കാശ് മേടിച്ചേ? അപ്പോൾ ആ പൈസ മേടിച്ചതിലൊരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞു. സൂത്രമോ? അതിനുള്ള കഴിവേ എനിക്കുണ്ടെന്നാണ് പറഞ്ഞത്. എടാ, ഇത്രയും കാലമായിട്ടും എന്നോടിത് മറച്ചു വെച്ചു, അതാണ് എൻ്റെ സങ്കടം. മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ലെന്നും പറഞ്ഞങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ആളെ അല്ല അപ്പൂ, രഹസ്യങ്ങളുടെ കൂമ്പാരം അയാളെന്ന് പറഞ്ഞു. അനാവശ്യം പറയരുത് കേട്ടോ ചിത്രേ. എന്ത് അനാവശ്യം? അപ്പൂ നാളെ ഇയാൾ മുമ്പ് 2 കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ലെന്ന് ചിത്ര അപ്പുവിനോട് പറയണം. അങ്ങനെ ഇവർ വഴക്കും വക്കാനുമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക.
അപ്പോൾ അങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വന്നേ, അമ്മ എഴുന്നേറ്റ് വന്നേന്ന് പറഞ്ഞ് രണ്ടുപേരെ നമ്മൾ മിണ്ടിക്കാനൊക്കെ അപ്പു ഇങ്ങനെ ശ്രമിക്കുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോഴേക്കും ചിത്ര അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി. ചിത്രയ്ക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞു ചിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സാരമില്ല അച്ഛാ, അമ്മ തണുത്തോളും, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, തൽക്കാലത്തെ പ്രശ്നമാണെന്നും പറഞ്ഞ് അങ്ങനെ പറയാം. അച്ഛനോട് പിണങ്ങിയിരിക്കാനൊന്നും അമ്മയ്ക്ക് പറ്റില്ല എന്നും പറഞ്ഞ് മകനും അങ്ങ് പോയി. അപ്പോൾ ദീപു അവിടെ നിന്ന് മനസ്സിൽ ഒരു ചെറിയ കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും ഇത്രത്തോളം അവൾ എന്നോട് കാണിച്ചെങ്കിൽ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും എന്ന് അവിടെ നിന്ന് ചിന്തിക്കുക ദീപു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അരവിന്ദൻ ഇങ്ങനെ ദൈവമേ 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 എന്നും പറഞ്ഞിരുന്ന് വിളിയും പ്രാർത്ഥനയും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രഞ്ജിത അങ്ങോട്ടേക്ക് വന്നു. അരവിന്ദേട്ടാന്ന് പറഞ്ഞു വിളിച്ചു. അയ്യോ ഞാൻ അടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ചാട്ടം. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു രഞ്ജിത. നിങ്ങളെന്താ മന്ത്രം ചെല്ലുകയാണോ? എൻ്റെ പൊന്ന രഞ്ജിതേ, സകല ദൈവങ്ങളെയും ഞാനിവിടെ ഇരുന്ന് വിളിക്കുക രഞ്ജിതേ, എനിക്ക് പേടിയായിട്ട് പാടില്ല. ഇനി ദൈവങ്ങൾക്ക് മാത്രമേ രഞ്ജിതയെ നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പ്രതീക്ഷ ജയിലിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ആകെ പേടിയാകുന്നു രഞ്ജിത, എനിക്ക് പേടിയാവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഹോ 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 എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ചിരിക്കുമോ രഞ്ജിത ചിരിച്ചപ്പോൾ നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രഞ്ജിത പറഞ്ഞു അങ്ങനെ ചിരിച്ചപ്പോൾ തനിക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നെന്ന് ചോദിച്ചു. ആ പ്രശ്നം ഞാൻ പരിഹരിച്ചതുകൊണ്ട് ചിരിക്കുന്നു, തൽക്കാലം പരിഹരിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സുഖമായി ഉറങ്ങാൻ വേണ്ടി താൻ കള്ളത്തരം പറയുന്നല്ലേന്ന് ചോദിച്ചപ്പം അല്ലെന്നേ, ഞാനത് പരിഹരിച്ചു എന്ന് രഞ്ജിത പറയാം. അപ്പം അത് കേട്ടപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചു. നിങ്ങളെ ആ വക്കീലിൻ്റെ കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി, അയാൾ ഒരിക്കലും സുമിത്രയെ കാണരുത്, അതുറപ്പാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണെന്ന് പറഞ്ഞു. എനിക്ക് അയാളുടെ പിന്നാലെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടി വന്നാൽ നടന്നേ പറ്റുമെന്ന് രഞ്ജിത. നിങ്ങളുടെ നിരീക്ഷണ വലയത്തിലായിരിക്കണം അയാൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾ അയാളെ നിരീക്ഷിച്ച് കണ്ടുപിടിക്കണം. ഒരിക്കലും അയാൾ സുമിത്രയിലേക്ക് എത്താൻ പാടില്ലെന്നൊക്കെ പറയണം. അപ്പം ഞാനതൊക്കെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അയാളുടെ കൈയും കാലും മനസ്സൊന്നും എൻ്റെ കയ്യിലല്ലല്ലോ, ശ്രമിക്കാമെന്നേ പറയാൻ പറ്റൂ. എങ്ങനെയോ എന്തോന്നും പറഞ്ഞ് അരവിന്ദൻ അങ്ങ് പോയപ്പോൾ രഞ്ജിത പലതും ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ ഒരു ആലോചനയും കാര്യങ്ങളുമായിട്ട് രഞ്ജിതയുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോണു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുമിത്രയുടെ ഫോണിലേക്ക് വക്കീൽ വിളിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് സുധേവനാണെന്ന് പറഞ്ഞു. താങ്കളോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സുമിത്ര അന്നേരം പറയാം. താങ്കൾ എന്നെ പേടിച്ച് മുങ്ങിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ താങ്കൾ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല, എന്തു പറ്റി എന്നെ ഇങ്ങോട്ട് വിളിക്കാനെന്നൊക്കെ ചോദിക്കുവാണ് സുമിത്ര ഇയാളോട്. അപ്പോഴത്തേക്ക് സരസ്വതിയമ്മ അവിടെ ജനലിൻ്റെ അടുത്ത് വന്നു. കാരണം എന്താ, ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ആ സമയം എനിക്ക് സുമിത്ര അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പം ഞാനും അതിന് തന്നെയാണ് കാത്തിരിക്കുന്നതെന്നൊക്കെ സുമിത്ര പറയാം. താങ്കളിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാൻ വന്ന് കാണാമെന്ന് സുമിത്ര പറഞ്ഞപ്പോൾ ഇപ്പോൾ അതൊന്നും പറ്റില്ല, കാണാനും പറ്റില്ല, കാണേണ്ട സ്ഥലവും സമയമൊക്കെ നമുക്ക് പിന്നീട് നിശ്ചയിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പം തന്നെ താങ്കൾ ഇന്ന് കാണണമെന്ന് സുമിത്ര പറയുന്നുണ്ട്. ഇതെല്ലാം സരസ്വതിയമ്മ കേൾക്കുക കേട്ടോ. ഇപ്പം അതിനുള്ള സാഹചര്യമല്ല, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സരസ്വതി അമ്മ ഇതെല്ലാം കേട്ടുക. അപ്പം നമുക്ക് കാണാമെന്ന് പറഞ്ഞില്ലേ സുമിത്രയെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സരസ്വതി അമ്മ എന്തൊക്കെയോ മണത്തറിഞ്ഞ് സുമിത്രയുടെ മുന്നിലേക്ക് വരുക. ആരായിരുന്നു സുമിത്രയെ ഫോണിൽ? ഇപ്പോൾ രോഹിത്തിൻ്റെ വക്കീലായിരുന്നു എന്നുള്ള കാര്യം സുമിത്ര പറയുക. അത് കേട്ടപ്പോൾ സരസ്വതി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതും പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ സുമിത്രേ എന്ന് പറഞ്ഞ് സരസ്വതി പിടിച്ച് നിർത്തി. എന്തിനാ അയാൾ ഇപ്പോൾ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പ്രശ്നം? വെറുതെ സുഖവിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് സുമിത്ര പറയുക. വേറൊന്നും ഇല്ലയെന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സരസ്വതി നിൽക്കുക. സരസ്വതി എന്നിട്ട് ചിന്തിക്കുക, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ, ഇവൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രഞ്ജിതയ്ക്കരികിലേക്ക് അരവിന്ദൻ വന്നു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് അരവിന്ദനും നമ്മുടെ രഞ്ജിതയും. അപ്പോൾ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ചുക്ക് സംഭവിക്കില്ലെന്ന് താൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോൾ തനിക്ക് എന്താ പറ്റിയത്? തൻ്റെ മനസ്സ് നീർന്നതൊക്കെ എനിക്ക് അറിയാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം അനിരുദ്ധിനെക്കുറിച്ച് അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അതെന്താ കിട്ടാത്തത്? നിങ്ങൾ അവൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള എന്താ ഐഡിയാസൊക്കെ എൻ്റെ മുന്നിൽ നിർത്തിയായിരുന്നല്ലോ. അതിനിടയിലല്ലേ ഈ പ്രതീക്ഷ വിഷയം വന്നത്. ആകെ ടെൻഷനായിപ്പോയി, എല്ലാം കൈവിട്ടു പോയെന്ന് ഇയാൾ പറയണു. ഇനിയിപ്പോൾ ആ വക്കീലിനെ ഒന്ന് നിരീക്ഷിക്കണം എന്നും പറഞ്ഞങ്ങനെ. അല്ല രഞ്ജിത, ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്യണം അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചേ ഇയാൾ. അപ്പോൾ തൽക്കാലം നിങ്ങൾ ആ സരസ്വതി അമ്മയെ മാത്രം വിളിച്ചാൽ മതിയെന്നും വേറെ ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇവിടെ മനസമാധാനം ഇല്ല, ആ തള്ളയും കൂടി വിളിച്ച് ഉള്ള മനസമാധാനം കൂടി കളയണമെന്ന് ചോദിച്ചു അയാൾ. സരസ്വതി അമ്മയെ നമ്മുടെ കൂടെ നിർത്തി ആ ഒരു ഉപയോഗിക്കേണ്ട സമയമാണിതെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ചാരപ്രവർത്തനം അല്ലേ? അപ്പോൾ അതേന്ന് പറഞ്ഞു. ആ തള്ള നമ്മുടെ കൂടെ നിൽക്കണം. സുമിത്രയുടെ നീക്കങ്ങളെ പറ്റി അറിഞ്ഞേ പറ്റൂ, അല്ലാത്ത പക്ഷം രക്ഷയില്ല. സുമിത്രയും വക്കീലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞേ പറ്റൂ. അനിരുദ്ധ സുമിത്രയുടെ അടുത്ത് എത്തിയോ എന്നുള്ളത് അറിയണം, അതല്ലേ അറിയേണ്ട.
ഇതിനൊക്കെ സരസ്വതി അമ്മയെ ഉപയോഗിക്കണം അതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് ആ തള്ള ഉപയോഗപ്പെടുത്തിയേക്കാം. സരസ്വതി അമ്മയെങ്കിൽ സരസ്വതി അമ്മ ആ തള്ള നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കുമോ? കൂടെ നിൽക്കാമെന്നാണല്ലോ അന്ന് പറഞ്ഞതെന്ന് രഞ്ജിത ചോദിക്കുക. കുറച്ച് പണവും സമ്മാനങ്ങളൊക്കെ നൽകിയാലേ അവർ നമ്മുടെ കൂടെ തന്നെ അങ്ങ് നിന്നോളൂ എന്ന് രഞ്ജിത ഇയാളോട് പറയുക. നമുക്ക് ആവശ്യമുള്ളത് ചോർത്തി തരികയും ചെയ്യും. പിന്നെന്താ കുഴപ്പം? എന്തായാലും നിങ്ങൾ ആ സരസ്വതി അമ്മയെ വിളിച്ച് ഇവിടേക്കൊന്ന് വരാൻ പറഞ്ഞ രഞ്ജിത ഇങ്ങനെ എന്നിട്ട് പോയി ഫോൺ എടുക്കണു. സരസ്വതി അമ്മയെ വിളിക്കാൻ ഒരുങ്ങുന്നു ഇയാൾ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് സ്വരമോള് നല്ല ഉറക്കം, അനിരുദ്ധ അപ്പുറക്കിടന്ന് നല്ല ഉറക്കം. ഈ സമയത്ത് അനന്യ മാത്രം ഉറക്കമില്ലാതെ ഇങ്ങനെ അവിടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് അനിരുദ്ധ വേഗം എഴുന്നേറ്റു. അനിരുദ്ധ എഴുന്നേറ്റിട്ട് എന്താ ഉറങ്ങാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വരമോളെ താൻ എന്തിനാ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചു. അതെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചത് അനിരുദ്ധനോട്. അല്ല, സ്വരമോളെ താൻ സ്വന്തം മകളെ പോലെ കണ്ടതിന് നന്ദി പറയുകയാണെന്ന് പറഞ്ഞു. സ്നേഹം കൊടുത്തതിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ താൻ പറഞ്ഞത്? സ്വന്തം മോളെ പോലെയെന്നോ? ഇവളെൻ്റെ സ്വന്തം മകൾ തന്നെയാ, ഇപ്പോഴും അങ്ങനെ തന്നെയാ, എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വരമോള് മറ്റാരുടെയോ കുഞ്ഞാണ്. ആ ഒരു രഹസ്യവും പുറത്തു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഥ മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി.